നമ്മളൊരു വെറൈറ്റി അച്ചാർ നോക്കാൻ പോവാണ്. വെറൈറ്റി ഒന്നുമല്ല, നമ്മുടെ കക്ക ഇറച്ചി അച്ചാറാണ്. അപ്പം ഞാൻ സന്ധ്യയായപ്പോൾ റോഡിൽ പോയിട്ട് 2 കിലോ ഫ്രഷ് കക്കയിറച്ചി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പണി സാധനങ്ങളാ രാജാവേ. അമ്മയ്ക്ക് പനിയായതുകൊണ്ട് ഞാനാണ് കേട്ടോ ഇന്ന് കുക്കിങ്. മേടിച്ചോണ്ട് വന്ന കക്കയിറച്ചി നമ്മൾ നേരെ ഉരുളിയിലേക്ക് തട്ടി കിട്ടോ. ഇനി ഇതൊരു 10 പ്രാവശ്യമെങ്കിലും കഴുകണം. കാരണം കക്കയും മണ്ണും കക്കാത്തോടും ഒക്കെ കാണും, കമ്പും കോലും ഒക്കെ കാണും കേട്ടോ. ആറ്റിൽ നിന്ന് വാരിക്കൊണ്ട് വരുന്ന ഫ്രഷ് കക്കയിറച്ചിയാണ്. നമ്മളിത് കുറേ പ്രാവശ്യം കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞളിട്ട് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടൊന്ന് ഒലച്ചെടുത്തിട്ട് ഒരു അടുപ്പത്തിലേക്ക് വെക്കും കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കുള്ളൂ. കാരണം ഇതിനുള്ളിൽ തന്നെ വെള്ളമുണ്ട്. കാരണം ആറ്റി കിടന്ന സാധനമല്ലേ, വെള്ളം കുടിച്ചല്ലേ ജീവിക്കുന്നത്. ചൂട് ചെല്ലുമ്പോൾ ഇതിനുള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അതിന് വേവാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞ മഞ്ഞളും ഉപ്പ് വെച്ച് ഒന്ന് പറ്റിച്ചെടുത്തിട്ട് വെള്ളം ഊറ്റി കളഞ്ഞു കണ്ടോ. തന്നെ വന്ന വെള്ളമാണ്, നമ്മൾ വെള്ളം വെച്ചിട്ടേ ഇല്ല. ഇനി നല്ല രീതിയിൽ ആ വെള്ളം പറ്റി കഴിയുമ്പോഴാണ് നമ്മുടെ കക്ക പരുവാകുന്നത് കേട്ടോ. കറി വെക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തേങ്ങ അരപ്പൊക്കെ ഇട്ട് വെക്കുന്നത്. ഇനി അച്ചാറിന് വേണ്ട പൊടികൾ നോക്കാവേ. മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം അത് ഓരോ ലെവലായി കോരി മാറ്റുക കേട്ടോ. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ആ എണ്ണയിൽ തന്നെ ഒന്ന് വറുത്ത് കോരി വെക്കുക. അല്ല കോരണ്ട, വറുത്തിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കക്കയിറച്ചി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാറുമ്പോൾ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് നോക്കുക. ഗ്രേവി പുരട്ടിയപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പോരെങ്കിൽ ഒന്നുകൂടെ നോക്കിയതിന് ശേഷം വിനാഗിരി ഒഴിക്കുക. അപ്പം നമ്മുടെ കക്കയിറച്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഒരു 2 ദിവസം നല്ല ടൈറ്റ് ആയിട്ട് ടിന്നിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോഴേ ആ ഗ്രേവിയും കാര്യങ്ങളൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കക്കയിറച്ചി അച്ചാർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് പറയണേ. ബൈ ബൈ, സീ യു.